നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മഹാത്മാക്കൾ പ്രപഞ്ചത്തിന് ആധാരമായ നിത്യസത്യവുമായി ഐക്യം പ്രാപിച്ചവരാണ്. അവരെ സാധാരണ മനുഷ്യരെ പോലെ കരുതാൻ പാടില്ല. ഈശ്വരൻ്റെ പ്രത്യക്ഷ മൂർത്തികളാണ് മഹാത്മാക്കൾ. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിലും ആ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് മഹാത്മാക്കളുടെ സാന്നിധ്യത്തിലാണ്. കാറ്റെല്ലായിടത്തും ഉണ്ടെങ്കിലും അതിന് കുളിർമ അനുഭവപ്പെടുന്നത് വൃക്ഷച്ചുവട്ടിലാണ്. മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ ആ സാന്നിധ്യം നമ്മിലുള്ള നല്ല ഗുണത്തെയും സംസ്കാരത്തെയും ഉണർത്തുന്നു. അവരുടെ സാമീപ്യത്തിൽ നാം അറിയാതെ തന്നെ നമ്മളിൽ ഗുണകരമായ മാറ്റം സംഭവിക്കുന്നു. വെളിച്ചം കടക്കുവാൻ ഇടമില്ലാത്ത ഒരു ഗുഹയ്ക്കുള്ളിൽ വിളക്കു കത്തിച്ചു വെച്ചാൽ അതിനുള്ളിലെ ഇരുട്ടകലുന്നു. അതുപോലെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉള്ളിലെ അന്ധകാരം നീങ്ങുന്നു. തീർത്ഥാടനം കൊണ്ടും തപസ് കൊണ്ടും നേടാൻ കഴിയാത്ത ആത്മീയ പുരോഗതി മഹാത്മാക്കളുടെ സാമീപ്യത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും. തത്വത്തിലല്ലാത്ത ഭക്തി മനുഷ്യനെ ബന്ധിക്കുവാൻ മാത്രമേ സഹായിക്കൂ. മുക്തനാക്കുവാൻ അതിന് കഴിയില്ല. പടർന്നു വളരുന്ന മുല്ല മറ്റു വൃക്ഷങ്ങളെ ബന്ധിച്ചു പോകുന്നതല്ലാതെ മുകളിലേക്ക് വളരുന്നില്ല. സർവാലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭി സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം ഉദ്യദ്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാനാർത്ഥരേഖാം കല്യാണീം ദേവഗൗരീ പ്രിയ മമ കവിതാ കന്യകാം ത്വം ഗൃഹാണ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീശങ്കരകൃതികളിൽ
ശിവാനന്ദ ലഹരിയിൽ 98-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഉപസംഹാര ഘട്ടത്തിൽ ഈ ശിവാനന്ദ ലഹരി എന്ന കവിതാ കന്യകയെ പരമേശ്വരന് സമർപ്പിക്കുകയാണ്. എങ്ങനെയുള്ള കവിതാ കന്യകയെ? സർവാലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭിഃ സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം ഉദ്യദ്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാനർത്ഥരേഖാം കല്യാണീം ദേവ ഗൗരിപ്രിയ മമ കവിതാ കന്യകാം ത്വം ഗൃഹാണ. മമ കവിതാ കന്യകാം ത്വം ഗൃഹാണ. എൻ്റെ കവിതാ കന്യകയെ, കവിതയാകുന്ന കന്യകയെ നീ ഗ്രഹിച്ചാലും ഹേ ദേവ, ഹേ ഗൗരിപ്രിയ. 2 സംബോധനകളാണ്. സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ, ഹേ ദേവ. അപ്പോൾ ദേവൻ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമേശ്വര ഭാവത്തെ, പരമാത്മതത്വത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ സഗുണമോ സാകാരമോ സാവയവമോ ആയ ഭാവങ്ങളുണ്ടെന്ന് അർത്ഥമില്ല. ആ ഒരു പാരമാർത്ഥിക ഭാവത്തെയും അതേ സമയത്ത് മഹേശ്വരൻ്റെ വ്യാവഹാരിക ഭാവത്തെയും ഒരുപോലെ സംബോധന ചെയ്യുകയാണിവിടെ. അതാണ് ദേവ എന്നുള്ള സംബോധനയും ഗൗരീപ്രിയ എന്നുള്ള സംബോധനയും. ഗൗരീപ്രിയ എന്ന് പറയുമ്പോൾ എപ്പോഴും സഗുണവും സാകാരവും സാവയവവും ഒക്കെ ആയിട്ടുള്ള പരമേശ്വര ഭാവമാണ് ഗൗരിയുടെ പ്രിയൻ. ഈ 2 ഭാവങ്ങളെയും ഒരുപോലെ സംബോധന ചെയ്തു. എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കവിതാ കന്യകയെ നീ ഗ്രഹിച്ചാലും. എങ്ങനെയുള്ള കവിതാ കന്യകയെ? നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. സർവാലങ്കാരയുക്തയും സരളപദയുതയും സാധുവൃത്തയും സുവർണയുമായ, പിന്നെ സദ്ഭി സംസ്തൂയമാനാം, സദ്ഭിഹി സജ്ജനങ്ങളാൽ, സത്തുക്കളാൽ, സംസ്തൂയമാനാം സമ്യക് സ്തുതിക്കപ്പെടുന്നവളായ. അതാണ് ശിവാനന്ദലഹരി. ശിവാനന്ദലഹരിയുടെ മഹിമ ഒരിക്കൽ മനസ്സിലാക്കിയാൽ സജ്ജനങ്ങൾ ഈ ശിവാനന്ദലഹരി എന്ന കാവ്യ കന്യകയെ നിശ്ചയമായും സ്തുതിക്കും, പ്രശംസിക്കും. അത്ര ശ്രേഷ്ഠമായ സർവാലങ്കാരയുക്തയും സരളപദയുതയും സാധുവൃത്തയും സുവർണയും സരസഗുണയുതയും എന്ന് വേണ്ട ഈ പറയുന്ന സകല ലക്ഷണങ്ങളും തികഞ്ഞ ഒന്നാന്തരം ഭക്തികാവ്യമാണ്, സ്തോത്രകൃതിയാണ്. അതുകൊണ്ട് സദ്ഭി സംസ്തൂയമാനാം, സജ്ജനങ്ങളാൽ സമ്യക് സ്തുതിക്കപ്പെടുന്ന ഈ കവിതയെ. ഇനി കന്യകാപക്ഷം എടുക്കുകയാണെങ്കിൽ സാധാരണ വിവാഹത്തിന് മുമ്പായിട്ട് വധൂവരന്മാരുടെ ബന്ധുക്കളോ ഹിതൈഷികളോ ഒക്കെ അന്വേഷണങ്ങളെ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ആ കുട്ടി, അയാളുടെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അതിനുശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കുക. അപ്പം ഇവിടെ അത്തരമൊരു അന്വേഷണത്തെ സംബന്ധിച്ച് സജ്ജനങ്ങളാൽ മുഴുവൻ പ്രശംസിക്കപ്പെടുന്നവളാണ് എൻ്റെ കന്യക എന്നർത്ഥം. സദ്ഭി സംസ്തൂയമാനാം, സജ്ജനങ്ങളാൽ സമ്യക് സ്തുതിക്കപ്പെടുന്ന കന്യകയെ അഥവാ കവിതയെ. സരസഗുണയുതാം, ഭക്തികാവ്യം എന്നുള്ള രീതിയിൽ, കവിത എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ സരസഗുണയുതാം, രസങ്ങളോടൊത്ത, സർവഗുണങ്ങളോടും തികഞ്ഞ, സരസഗുണയുതാം, രസങ്ങളോടും ഗുണങ്ങളോടും തികഞ്ഞ, അഥവാ രസഗുണങ്ങളോട് തികഞ്ഞ. അപ്പോൾ കാവ്യത്തിൽ നിശ്ചയമായും രസങ്ങൾ ഉണ്ടാവണം, ശൃംഗാരാദി രസങ്ങൾ, അല്ലെങ്കിൽ കരുണാദി രസങ്ങൾ. അപ്പോൾ എല്ലാ രസങ്ങളും ഈ ഭക്തികാവ്യം എന്ന രീതിയിൽ ഇതിലില്ല എങ്കിലും വിവിധ രസങ്ങൾ ഇവിടെ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങളിലും രസം പരിഗണിക്കപ്പെടേണ്ടതാണ്. കട്ടു അമ്ല
ലവണാദി രസങ്ങൾ. ആ രസങ്ങളാണ് അതിനെ ഹൃദ്യമാക്കുന്നത്. അപ്പോൾ കാവ്യത്തിലായാലും ഭക്ഷ്യാദി വിഷയങ്ങളിലായാലും അതിനെ ഹൃദ്യമാക്കുന്നത് രസങ്ങളാണ്. അതുപോലെ ഈ കവിതയിലും രസങ്ങളുണ്ട്, സരസഗുണയുത. ഇനി കന്യകാപക്ഷം എടുക്കുകയാണെങ്കിൽ വളരെ രസഭാവത്തോടു കൂടിയ, എന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് പെരുമാറാൻ കഴിയുന്ന സരസഭാവത്തോടു കൂടിയ, മറ്റെന്തെല്ലാം മഹിമകളുണ്ടെങ്കിലും ഒരു രസികത്വവുമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയായിരിക്കും അയാളുടെ ജീവിതം? അതുകൊണ്ട് സരസഭാവം മനുഷ്യജീവിതത്തിൽ നിർബന്ധമാണ്. സന്തോഷപൂർണമായ ജീവിതത്തിന് സരസഭാവം നിർബന്ധമാണ്. എൻ്റെ കന്യക സരസഗുണത്തോടു കൂടിയവളാണ്. അങ്ങനെയുള്ള കന്യകയെ അഥവാ കവിതയെ ലക്ഷിതാം ലക്ഷണാഢ്യാം, ലക്ഷിതാം ലക്ഷിതയായിരിക്കുന്ന, ലക്ഷീകരിക്കപ്പെടുന്ന, സജ്ജനങ്ങളാൽ തീർച്ചയായിട്ടും അത് നല്ല ആളാണ് എന്ന് പറയപ്പെടുന്ന കന്യകയെ, അഥവാ സർവഗുണയുക്തമാകയാൽ ശ്രേഷ്ഠമെന്ന് വിദ്വാൻമാരാൽ മാനിക്കപ്പെടുന്ന, അതുപോലെ ലക്ഷണാഢ്യാം കാവ്യത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ, സുന്ദര പദാവലികളോടുകൂടിയ. ഇനി കന്യകാപക്ഷത്തിലാണെങ്കിലോ സകല സ്ത്രീ ലക്ഷണങ്ങളും തികഞ്ഞ, ഇങ്ങനെയുള്ള എൻ്റെ കവിതാകന്യകയെ ഹേ ഗൗരീപ്രിയ, ഹേ ദേവ, നീ ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ആദിമൂലം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം. ആദിശേഷനായ അനന്തഭഗവാൻ ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുളുന്ന ദേവസങ്കേതം. ആലപ്പുഴ ജില്ലയിൽ വെട്ടിക്കോട് എന്ന പ്രദേശത്താണ് അനന്തഭഗവാൻ കുടികൊള്ളുന്ന ഈ നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത്. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു. ഈ സമയം കേരളഭൂമി ജനവാസയോഗ്യമായിരുന്നില്ല. കടൽ മാറി കരയായതുകൊണ്ട് ഭൂമി മുഴുക്കെ ഉപ്പുരസത്താൽ മൂടപ്പെട്ടിരുന്നു. ഭൂമിയുടെ ഈ ദുസ്ഥിതി കണ്ട് പരശുരാമൻ കൈലാസ അധിപതിയായ ശ്രീ പരമേശ്വരനോട് സങ്കടമുണർത്തിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയുകയുള്ളൂവെന്നും അനന്തനെ ശരണം പ്രാപിക്കാൻ പരമേശ്വരൻ ഉണർത്തിക്കുകയും ചെയ്തു. ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ അനന്തനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ് ആരംഭിച്ചു. ഏറെക്കാലത്തെ തപസ്സിനു ശേഷം അനന്തൻ പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി. തന്റെ മുന്നിൽ പ്രത്യക്ഷനായ അനന്തനെ പരശുരാമൻ തനിക്കുള്ള സങ്കടമുണർത്തിച്ചു. ഭൂമിയിൽ നിറഞ്ഞ കടലോരു മാറ്റി ജനവാസയോഗ്യമാക്കാമെന്ന് അനന്തൻ സമ്മതിച്ചു. അതിൻ പ്രകാരം അനന്തൻ സർപ്പഗണങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി. മുഖം ഭൂമിയിൽ താഴ്ത്തിവെച്ച് നാവുകൊണ്ട് കടലോരു വലിച്ചെടുക്കാൻ സർപ്പങ്ങൾക്ക് അനന്തൻ ആജ്ഞ നൽകി. ഈ വിധം കേരളഭൂമിയിൽ നിറഞ്ഞു നിന്ന കടലോരു മുഴുവൻ സർപ്പഗണങ്ങൾ നിശേഷമില്ലാതാക്കി ഭൂമി ജനവാസയോഗ്യമാക്കി തീർത്തു. കേരളക്കരയെ ജനവാസയോഗ്യമാക്കി തീർത്ത അനന്തനോടുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ
അനന്തനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു. ഇതിനായി പരശുരാമൻ അസുരശില്പിയായ മയനെക്കൊണ്ട് ഒരു അനന്തവിഗ്രഹം പണികഴിപ്പിച്ചു. തന്റെ കൈവശമുള്ള മഴുകൊണ്ട് അവിടെയുള്ള മണ്ണ് വെട്ടിക്കൂട്ടി അനന്തസ്വാമിയെ പരശുരാമൻ പ്രതിഷ്ഠിച്ചു. ഈ മംഗളകർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷനായി ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തന്റെ കൈകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തുകയാൽ ഈ സ്ഥലം വെട്ടിക്കോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പഴമ. പതിനേഴാം നൂറ്റാണ്ടിൽ കേരളത്തിൽ തറവാടുകളിലേതടക്കം ഏതാണ്ട് 30,000 സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇത്രയും വ്യാപകമായ നാഗാരാധന ലോകത്തിലെങ്ങുമില്ല എന്നാണ് വിശ്വാസം. പാമ്പുകളുടെ പകയും ഓർമ്മശക്തിയും നിധി കാക്കുന്ന പാമ്പുകളും മാണിക്യം വഹിക്കുന്ന പാമ്പുകളും കഥകളായി നമുക്കിടയിൽ പ്രചരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണത്രേ കേരളത്തെ നാഗലോകമെന്ന് പുറത്തുള്ളവർ വിശേഷിപ്പിച്ചിരുന്നത്. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അനന്തൻ നാഗരാജന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നു. ആദിശേഷൻ എന്നാണ് അനന്തന്റെ മറ്റൊരു നാമം. അനന്തന്റെ ഭൂഷണമായിരിക്കുന്നത് സ്വസ്തിക അടയാളമാണ്. മഹാവിഷ്ണുവിന്റെ തമോഗുണ സ്വരൂപമായ ശരീരത്തെയാണ് അനന്തൻ എന്ന് വിളിക്കുന്നത്. പാതാളമാണ് അനന്തന്റെ ലോകം. പാതാളത്തിലിരുന്ന് ഭൂമിയെ യഥാസ്ഥാനത്ത് നിർത്താൻ സഹായിക്കുന്ന അനന്തൻ പാലാഴിയിൽ മഹാവിഷ്ണുവിന്റെ ശയ്യയായും വാണരുളുന്നു. അനന്തശയനൻ എന്നാണ് മഹാവിഷ്ണുവിന്റെ ഒരു പേര്. ദക്ഷപുത്രിയായ കദ്രുവിന്റെ മൂത്ത പുത്രനാണ് അനന്തൻ. ദുഷ്ടരായ സഹോദരങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അനന്തൻ സർവവും ഉപേക്ഷിച്ച് തപസ്സനുഷ്ഠിക്കാൻ പോയി. ഈ സമയം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ അനന്തൻ മഹാവിഷ്ണു സവിധം ചെല്ലുകയും തന്റെ മെത്തയായിക്കൊള്ളാൻ വിഷ്ണു ഭഗവാൻ ഉപദേശിക്കുകയുമായിരുന്നു. 8 വിധത്തിലാണ് അനന്തതൽപ്പത്തിൽ മഹാവിഷ്ണുവിന്റെ ശയനം. അവ ഇപ്രകാരമാണ്: വടഭദ്രശയനം, വീരശയനം, ഉത്താനശയനം, ദർഭശയനം, ഭുജംഗശയനം, ഭോഗശയനം, മാണിക്യശയനം. പണ്ടുകാലത്ത് വൈഷ്ണവർ അനന്തനെയും ശൈവർ ശിവന്റെ കഴുത്തിലുള്ള വാസുകിയെയുമാണ് നാഗരാജാവായി കണക്കാക്കിയിരുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം സർപ്പക്കാവുകളിലും സർപ്പ ആരാധന ശൈവമായാണ് നടത്തുന്നത്. എന്നാൽ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ വൈഷ്ണവ സങ്കല്പത്തിലും വൈഷ്ണവ പൂജകളുമാണ് നടക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായി ഇവിടെ നാഗയക്ഷിയും കുടിയിരിക്കുന്നു. 5 ഏക്കർ വിസ്താരമുള്ള വിശാലമായ കാവിന് നടുവിലാണ് ക്ഷേത്രം കുടികൊള്ളുന്നത്. ക്ഷേത്ര പരിസരത്ത് 5 കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിലൊന്ന് കാവിനുള്ളിലാണ്. ഈ കുളം സർപ്പങ്ങൾക്ക് മാത്രമുള്ളതായി കരുതപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമായാണ് വെട്ടിക്കോട് അനന്തനും നാഗയക്ഷിയും ഭക്തജനങ്ങൾക്ക് ദർശനഭാഗ്യമരുളുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം. നിത്യേന അതിരാവിലെ അഭിഷേകം, നിവേദ്യ സമർപ്പണം, പൂജ എന്നിവ നടക്കുന്നു. മധ്യാഹ്നത്തിന് മുമ്പായി ഉച്ചപൂജയും ഇവിടെ നടന്നുവരുന്നു. വൈകിട്ട് പൂജകളൊന്നുമില്ല. കന്നി തുലാമാസങ്ങളിലെ പൂയമായില്യം നാളുകളിൽ ദീപാരാധനയും അത്താഴ പൂജയുമുണ്ട്. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളിൽ ഇല്ലക്കാർക്കാണ്. ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന സമയത്ത് പരശുരാമൻ പരദേശത്തു നിന്നും കൊണ്ടുവന്നു പാർപ്പിച്ച ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് മേപ്പള്ളിൽ ഇല്ലക്കാർ എന്നാണ് വിശ്വാസം. പുതുമന ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മേപ്പള്ളിൽ ഇല്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരപ്പുരയും നിലവറയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി, ദുർഗ, മഹാവിഷ്ണു, മഹാദേവൻ, യക്ഷി, ചാത്തൻ, മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു. നിത്യവും രാവിലെ ഇവിടെ പൂജകൾ നടന്നുവരുന്നു.
മേപ്പള്ളിൽ നിലവറയും ഇവിടെ കാണാവുന്നതാണ്. നിലവറയിൽ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയോ ദ്വാദശി നാളിലോ 100 പാലും നിവേദ്യം നടക്കും. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഗമകാവ് ഇവിടുത്തെ പ്രത്യേകതയാണ്. വീടുകളിലും മറ്റുമായി കേരളത്തിൽ പണ്ട് നിരവധി സർപ്പക്കാവുകൾ നിലനിന്നിരുന്നു. കാലാന്തരത്തിൽ നേരാംവണ്ണമുള്ള ആരാധനയോ പൂജയോ നടത്താൻ കഴിയാതെ അത്തരം നാഗചൈതന്യങ്ങളെ ആവാഹിച്ച് വെട്ടിക്കോട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടുത്തെ ആഗമ സർപ്പക്കാവിലുള്ള നാഗപ്രതിഷ്ഠകൾ. ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായാണ് ആഗമ സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഒരു ഞായറാഴ്ച ഇവിടെ 100 പാലും നിവേദിക്കും. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളിലാണ്. വെട്ടിക്കോട്ട് ആയില്യം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ആയില്യത്തിന് 7 ദിവസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കും. പൂയം നാളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും സർവ്വ ആഡംബര വിഭൂഷിതരാക്കി പൂജ നടത്തും. ഈ അവസരത്തിൽ നടക്കുന്ന ദീപാരാധന ദർശിക്കുന്നത് മംഗളകരമായാണ് കരുതപ്പെടുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം പലവിധ മംഗളവാദ്യങ്ങൾ മുഴക്കി ദേവനെ സേവിക്കുന്ന ചടങ്ങും നടക്കുന്നു. ആയില്യ ദിവസം വെളുപ്പിന് നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകം, ഉച്ചപൂജ, 100 പാൽ എന്നിവ നടക്കും. ഉച്ചയോടുകൂടി സർവ്വ അലങ്കാര വിഭൂഷിതനായി നാഗരാജാവിനെ വാദ്യമേളങ്ങളോടുകൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും. ഈ എഴുന്നള്ളത്ത് കാണുന്നവർക്ക് വിഷഭയമുണ്ടാകില്ലെന്നാണ് വിശ്വാസം. 10 മണിയോടുകൂടി സർപ്പബലി സമാപിച്ച് നടയടയ്ക്കുന്നു. മകം നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ആടുന്നതോടുകൂടി ആയില്യത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കും. തുലാമാസത്തിലും ഇതേ ചടങ്ങുകളോടെ ആയില്യം ആഘോഷിച്ചു വരുന്നു. കുംഭമാസത്തിലെ ആയില്യം, ശിവരാത്രി, മേടമാസത്തിലെ ബാലഭദ്ര ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു. കദളിപ്പഴമാണ് പ്രധാന നിവേദ്യം. ത്വക്കുരോഗങ്ങൾക്ക് വിഗ്രഹത്തിലാടിയ എണ്ണ സിദ്ധ ഔഷധമായി ഭക്തർ കണ്ടുവരുന്നു. രാഹുദോഷം മാറാൻ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്ന പതിവുണ്ട്. സർപ്പബലിയും 100 പാലുമാണ് പ്രധാന വഴിപാട്. സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിന് ഇവിടെ നടത്തുന്ന ധാര ഏറെ ഫലപ്രദമാണെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സന്താനഭാഗ്യമില്ലാത്തവർക്ക് സന്താന ലാഭത്തിനു വേണ്ടി ഉരുളി കമിഴ്ത്ത് എന്ന ചടങ്ങും നടത്തിവരുന്നു.